ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗൈസ്, ക്രാഫ്റ്റിങ്ങിലെ മെയിൻ ഐറ്റമായ കാർഡ്ബോർഡ് ബോക്സ് വെച്ചല്ലേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഫുള്ള് ഫോം ഷീറ്റ് വെച്ചാണ്. വീഡിയോയിലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ ചാനലിൻ്റെ പേര് മാറ്റാൻ പോവുകയാണ്. ഇനി തൊട്ട് ഇതാണ് ഗൈസ് ചാനലിൻ്റെ പേര്. ഇറ്റ്സ് വ്ളോഗർ ദേവ എന്നാക്കി. ഇപ്പോൾ ഗൈസ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാരുതി 800 ആണ്. പീസെല്ലാം വരച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്ലാസ്, ബോണറ്റ് എല്ലാം നമുക്ക് വരച്ച് വെട്ടിയെടുക്കണം. ബാക്കിലത്തെ ഡിക്കി, ബമ്പർ കാര്യങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിരിക്കുന്നൊരു ബോക്സിലാണ് ഇതിപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഈ പാർട്സ് എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഗൈസ്, ഇത്ര ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത് നമുക്ക് ഇളകിപ്പോകാതിരിക്കാനാണ്. പിന്നെ നമുക്ക് പെയിൻ്റ് എല്ലാം അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വൃത്തിയോടെ അറിയത്തില്ല. ഇതെല്ലാം റബ്ബ് ചെയ്തിട്ട് ഇനി ഒന്നേന്നെ വരയ്ക്കണം. പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗൈസ്, അടുത്ത ഗ്ലാസ് നമുക്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ വണ്ടിക്ക് റെഡ് കളറാണ് അടിച്ചേക്കുന്നത്. പിന്നെ ഗൈസ്, ഈ വണ്ടിയിൽ വെക്കാനുള്ള കുറച്ച് പാർട്സ് എല്ലാം ഞാൻ വരച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഗൈസ്, ഞാൻ കുറച്ച് പാർട്സ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമേ ബമ്പർ ലിപ്പാണ് ഇതില്ലേ. പിന്നെ 2 മിറർ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പോയിലർ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. 4 പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിനി വീലുണ്ടാക്കാൻ പോകുന്നത്. ഇത് ആദ്യമേ ചൂടാക്കിയിട്ട് നമുക്കൊരു ഹോൾ ഇടണം. കറക്റ്റ് നടുക്കൊക്കെ ഒരു ഹോൾ ഇടണം. വണ്ടിക്ക് ഗ്ലാസ് ഇത് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അകത്ത് ചെറിയൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി 2 സീറ്റ്, സ്റ്റീറിങ്ങിൽ വെക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ചെറിയൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ നമ്മുടെ ബസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബസ്സിലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലാഷ് ലൈറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെട്ടം കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രണ്ട് ഗ്ലാസ്, വൈപ്പർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് ഇനി നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കറണ്ട് പോയാലും അതിന് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കണം. നമുക്ക് ബാക്കി ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, ഇത് കണ്ട, ഞാൻ പണി തുടങ്ങി കഴിഞ്ഞ ഇതാണ് അവസ്ഥ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഭാഗം മൊത്തം ഇതാണ്. പക്ഷെ നമ്മളിതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വൃത്തിയാക്കി സെറ്റാക്കി വെക്കും. ഇപ്പോൾ ഗൈസ്, നമുക്ക് വീലിൻ്റെ വർക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന പാർട്സ് നമുക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ട് ഈ വണ്ടിയിലോട്ട് ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വീലും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ലുക്കായിരിക്കും. കണ്ട,
അങ്ങനെ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്പോയിലറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. 2 മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട്. ബാക്ക് കണ്ട. ഇനി നമുക്കിനി ടയർ സെറ്റ് ചെയ്യണം. ഇനി ഗൈസ് അടുത്ത വർക്ക് നമുക്ക് വീലിൻ്റെ ആണ്. ഗൈസ് ഇത് കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഗൈസ് ഇത് കറക്റ്റ് അളവിൽ വെട്ടിയെടുത്ത് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് ഈ വീല് ഇതിൽ നിന്ന് ഊരിയിട്ടൊന്ന് കഴുകണം. ടൈറ്റിന് ഒട്ടിച്ചൊക്കെ കൊടുക്കണം, അപ്പോഴത്തേക്ക് ഊരി വരത്തില്ല. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ട കുറച്ച് പെയിൻറ് ഇരിപ്പുണ്ട്, പക്ഷെ അത് കഴുകിയിട്ട് പോകുന്നില്ല. കുഴപ്പമില്ല, എന്തായാലും ഇത്രയും വൃത്തിയായിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഗൈസ് വീല് വെക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു ബൈൻഡിൻ്റെ പീസ് ഇവിടെ വെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഉണങ്ങിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഗൈസ് വീല് ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വീല് ഇതിലോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം, അതാകുമ്പോൾ ഇളകി പോകത്തില്ല. ഗൈസ് വീലിൻ്റെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് വണ്ടിയുടെ ടയറെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് എടുക്കാം. വണ്ടിക്ക് ലെങ്ത് ആവും, പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴും ബോറായിരിക്കും. ഗൈസ് വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. വീല് നല്ല രീതിയിൽ ഓടുന്നുണ്ട്, കണ്ടില്ലേ. ഇത് PL സർഫസ് ആയതുകൊണ്ടാണ്. ബെഡിലൊക്കെ വെച്ച് ഓടിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഓടുന്നുണ്ട്. മിററിൻ്റെ ഈ ഭാഗത്ത് സുസുക്കിയുടെ ഒരു എംബ്ലം ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ബസ്സിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തൊരു കയറി കാണുക. ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ മൊത്തം മാറ്റി പുതിയ കാരണം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ലിപ്പൊക്കെ പുതിയത് ഞാൻ വെച്ച്, പിന്നെ 2 മിറർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈറ്റിനെ വേറെ രീതിയിൽ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി നമുക്ക് ഈ വണ്ടി ഇവിടെ എടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതണക്കത്തെ അടുത്ത വണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഗൈസ് വണ്ടി അതിനുണ്ട് ലുക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.